എല്ലാ കുട്ടികൾക്കും സ്കൂളിലുള്ള മൊത്തം കുട്ടികൾക്കും ഓടിക്കളിക്കാനുള്ള സ്ഥലം ഞങ്ങളുടെ സ്കൂളിലില്ല. ഇല്ല. അപ്പോൾ കുറച്ചുകൂടി സ്ഥലം വേണം അല്ലേ? അതാണ് ആൺകുട്ടികളെ ഉണ്ടെന്നുള്ള ഗുണം. നിങ്ങളുടെ അടുക്കള എവിടാ? വീഡിയോയിൽ കണ്ടില്ലല്ലോ. സ്കൂളിൽ എവിടായിട്ട് അടുക്കള നിങ്ങൾക്ക്? നഴ്സറിയുടെ പുറയിലായിട്ടാണ്. ആണോ? അവിടെ പോകാറുണ്ടോ? സ്റ്റീൽ പാത്രങ്ങള്, പൈപ്പ്. സ്റ്റീൽ പാത്രമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണോ? നല്ല വൃത്തിയായിട്ടാണോ? ആരാ കഴുകുന്നത് അതെല്ലാം? അവിടുത്തെ ചേച്ചി. നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് കഴുകാറുണ്ടോ? കഴുകാറുണ്ടോ? നിങ്ങൾ തന്നെത്താണോ നിങ്ങളുടെ പ്ലേറ്റ് കഴുകുന്നത്, പാത്രം കഴുകുന്നത്? അപ്പൊ എവിടെയാ അത് കൊണ്ടുപോയി കഴുകുന്നത്? ഞങ്ങളുടെ അവിടെ ടാപ്പുണ്ട്. ടാപ്പുണ്ടോ? അപ്പൊ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? സോപ്പിട്ട് കഴുകും. എന്നിട്ട് അപ്പൊ പാത്രം കഴുകുന്നതോ? കഴിച്ചു കഴിഞ്ഞിട്ട് അതും സോപ്പിട്ട് കഴുകും. സോപ്പിട്ട് കൈ കഴുകും, പാത്രം കഴുകുമോ? ഒരേ സോപ്പ് കൊണ്ടാണോ പാത്രവും കൈയും കഴുകുന്നത്? ആരാ നിങ്ങളുടെ പാത്രം? നിങ്ങൾ കഴുകുമോ അവിടെ അടുക്കളയിലുള്ള ആന്റിമാരാണോ പാത്രം കഴുകുന്നത്? ഞങ്ങൾ തന്നെ കഴുകും. നിങ്ങൾ തന്നെ കഴുകിക്കൊണ്ട് പോകാണ്. പിന്നെ ആരെങ്കിലും കഴുകുമോ? ഇല്ല. ഇല്ല. എന്നിട്ട് പിന്നെ വൈകുന്നേരം ആഹാരം കഴിക്കുമ്പോഴോ? കഴുകും. നിങ്ങളുടെ തന്നെ സ്വന്തം പാത്രമാണോ? ഉച്ചയ്ക്ക് കൈ കഴുകും. പിന്നെ പിരിവിട്ട് പൈസ സാറ് മേടിക്കുന്നത്. അങ്ങനെയാ മേടിക്കുന്നത്. എന്ത് സോപ്പാ നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്കും പിന്നെ വൈകുന്നേരം കൈ കഴുകാൻ? TFM 70 കൂടുതലുള്ള. ഓ എന്റെ ദൈവമേ, ഇത് ഭയങ്കരം തന്നെ. അതെന്താണെന്നൊന്ന് പറഞ്ഞത്. അതെന്താണ് TFM എന്താണെന്ന് പറഞ്ഞേ? ടോട്ടൽ ഫാറ്റി മെറ്റീരിയൽ. ഭയങ്കര ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ഹോംവർക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സോപ്പ് ഉണ്ടെന്ന് മാത്രമേ പറയൂ. ഈ TFM ഒക്കെ നോക്കിയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നോടൊരു പേര് മാത്രം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്ത് സോപ്പാണ് ഉപയോഗിക്കുന്നത്? ഞാൻ TFM നോക്കി സോപ്പ് ഉപയോഗിക്കാറില്ല. മണമുള്ള സോപ്പ് നോക്കിയാണ് ഞാൻ വാങ്ങിക്കാറ്. നിങ്ങളുടെ സോപ്പിൻ്റെ പേരെന്താ? PTA പിരിവിട്ട് TFM ഉള്ള ആ സോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞേ. പേര് നോക്കില്ല, TFM മാത്രം നോക്കിയുള്ളോ? ചന്ദ്രിക. ചന്ദ്രികയുടെ TFM ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. ഏതായാലും അതെനിക്ക് പുതിയ അറിവായി. ചന്ദ്രിക സോപ്പിന് നല്ലൊരു പരസ്യമായി ഇത്. അതെ, എന്തുവാട്ടെ. ഈ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരാത്ത എന്തൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചു? പുതിയതായിട്ട് ഒന്നും ചോദിച്ചില്ല. ഏതാണ്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അറിയാത്തതും അറിയാവുന്നതുമായ കാര്യങ്ങൾ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ശരി. റോഷ്നി, ശരിയാണോ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിന് ഞങ്ങൾ ആൻസർ പറയും. അല്ല, സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകണം എന്നുള്ളത് വരെ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പോൾ പാത്രം ഏത് സോപ്പ് കൊണ്ടാണ് എന്ന് ഇതിൽ മുമ്പ് ചോദിച്ചിട്ടിരുന്നില്ല. പാത്രം TFM 70. രജിസ്റ്റർ ഓഫീസ് എന്ന് കേട്ടിട്ടുണ്ടോ? രജിസ്റ്റർ ഓഫീസ് കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ടീച്ചർമാർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ? ടീച്ചറാ നോക്കുന്നത് എന്താ പറയേണ്ടതെന്നില്ലേ? നമ്മൾ പറ, പോയിട്ടുണ്ടേ ഉണ്ട്, ഇല്ലേ ഇല്ല എന്ന് പറ. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു മാർക്ക് കൂടുതൽ തരും. ഇല്ല. ഇല്ല. പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടില്ല? ഇല്ല. പിന്നെ അവിടെയുള്ള വേറെ ഏത് ഓഫീസിൽ പോയിട്ടുണ്ട്? നിങ്ങളുടെ അധ്യാപകന്മാർ നിങ്ങൾ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയിട്ടുണ്ടോ? എപ്പോഴാണ് കൊണ്ടുപോയത്? തപാൽ എടുക്കാനോ? തപാൽ ദിനത്തിൽ. തപാൽ ദിനത്തിൽ. ഓ. ഡോണ ഹരിത വിദ്യാലയം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? എന്താണ് ഹരിത വിദ്യാലയത്തിൽ ഡോണയ്ക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഇത് കേട്ട ചോദ്യം ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലുണ്ടോ? ഇത്രയേ ഉള്ളോ കാണുമ്പോഴുള്ള ശ്രദ്ധ? ഫേബയ്ക്ക് കൊടുക്കും. ഫേബ പറയട്ടെ, ഏത് ചോദ്യമാണ് ഇതുവരെ ഫേബയ്ക്ക് ഏറ്റവും ഇഷ്ടമായത്? നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കഴുകുമോ? മിടുക്കി. അക്ബർ മാഷ് ചോദിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ഏതാണ്? ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഫേബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? ഓർമ്മയില്ല? അപ്പം ഇത് ഓർമ്മയുണ്ട്, സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളത്. പക്ഷെ നമ്മൾ TFMൻ്റെ കാര്യമൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. ഇനി ചോദിക്കും.
സ്കൂൾ ഒരു ആരാധന ആലയമാണ് എന്ന് നിങ്ങളുടെ പാട്ടിൽ ഞാൻ കേട്ടു. ഈ ആരാധനാലയത്തിലെ ദേവത ആരാണ് എന്നറിയാമോ? വിദ്യയാണ് അല്ലേ? വിദ്യയല്ലേ? അതെ. നമ്മൾ സ്കൂളുകൾക്ക് വേറൊരു പേര് പറയും. എന്താണ്? സരസ്വതി ക്ഷേത്രം എന്ന് പറയും അല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല? ശരി, ഒരു പുതിയ വാക്ക് ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ എറണാകുളം, കൊച്ചിയിലോ കോഴിക്കോടോ തൃശ്ശൂരോ കോട്ടയത്തോ ഇല്ലാത്ത എന്തൊക്കെയോ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതെന്തായിരിക്കും? കേരളത്തിലെ ഏറ്റവും മുകളിലത്തെ സ്ഥലമായതുകൊണ്ടായിരിക്കും. അത് മാത്രമാണോ? നമ്മുടെ മുഖ്യമന്ത്രി എവിടെയായിരിക്കുന്നത്? തിരുവനന്തപുരം. എന്തോ? തിരുവനന്തപുരത്താ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാകുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് ഉള്ളത്, ഭരണത്തിൻ്റെ, സർക്കാരിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രം അല്ലേ? ശരിയാണോ? ഇവിടെ വേറൊരു സ്ഥാപനം കൂടെ ഉണ്ട്, വലിയ സ്ഥാപനം. അവിടെയാണ് നിയമം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരെന്താ? നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, നമ്മുടെ MLA-മാരൊക്കെ പോകുന്ന സ്ഥലം. മന്ത്രിസഭ, നിയമസഭ അല്ലേ? അടുത്തതായി ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ചോദിക്കട്ടെ ഗ്രേഡ്സ്. CMS LP സ്കൂളിലെ ജൂറി അംഗങ്ങൾ നൽകിയിരിക്കുന്ന സ്കോർ 80.4 ഔട്ട് ഓഫ് 100.